ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എനിക്ക് നൽകിയ അംഗീകാരത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ താർക്കികന്മാർ പ്രശ്നത്തിലേക്ക് ഇറങ്ങില്ല, ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉന്നയിക്കും. അദ്ദേഹം പറഞ്ഞു ബുദ്ധിജീവി, എഴുത്തുകാരൻ, പ്രഭാഷകൻ എല്ലാം നല്ല അംഗീകാരം തന്നെ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പോലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ അദ്ദേഹത്തെ പോലെ എല്ലാം പഠിച്ചു പറയുന്ന ഒരാളല്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ പോലെ നിയമസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സബ്മിഷനുകൾ ഉന്നയിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ക്രമപ്രശ്നം ഉന്നയിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന അസാധാരണ ശേഷിയുള്ള ഒരാളുമല്ല. ഇതെല്ലാം ഞാനാണ് എന്ന് പറയുന്ന ഒരാൾക്ക് മറ്റൊരാൾ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് കിടക്കാതെ ഈ രൂപത്തിൽ പറയുന്നതാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആകണം എന്നാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പ്രതിപക്ഷ മേധാവിനെ പോലെ സംസാരിക്കുന്നു. അദ്ദേഹം എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതനുസരിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും ഇന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം സാധൂകരിച്ചു. വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രതികരണത്തോടു കൂടി അദ്ദേഹം ശരിക്കും മുഖ്യമന്ത്രിയാകാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അവർക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഭൂരിപക്ഷം കിട്ടി അവരുടെ പാർട്ടി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. അപ്പൊ അതിനനുസരിച്ച് അദ്ദേഹം ആ പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയോ ആ മുന്നണിയുടെ മാത്രം മുഖ്യമന്ത്രി ആയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, കേരളത്തിന്റെ ആകെ മുഖ്യമന്ത്രി ആയിട്ട് പ്രവർത്തിക്കണം. ഇതിന് പകരം അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് ശരിയാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ ആലോചിക്കുക. രണ്ട്, യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. ഗവൺമെന്റ് ലീഡർമാരെ നിയമിച്ചിട്ടുള്ളത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് പ്രകാരമാണ് എന്നൊരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ലിസ്റ്റ് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അത് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തു. എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എല്ലാവരും ഉണ്ടോ എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഈ 2 പേരുണ്ട്. ആ ലിസ്റ്റിൽ നിന്നല്ലാതെ ഞങ്ങൾ വേറെ ആൾ എടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ AGയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലോയേഴ്സ് കോൺഗ്രസ് നൽകുന്ന അടിയിലല്ല ഞങ്ങൾ ഒപ്പിട്ടത്. അപ്പൊ തീരുമാനത്തിന്റെ അടിസ്ഥാനം ലോയേഴ്സ് കോൺഗ്രസ് നൽകിയിട്ടുള്ള ലിസ്റ്റാണ് എന്ന് ഭരണഘടനാ പ്രകാരം പ്രീതിയോ പ്രത്യേകമായ താല്പര്യമോ ഇല്ലാതെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരാൾ മാധ്യമങ്ങളിലൂടെ സമൂഹത്തോട് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ നടത്തിയിരിക്കുന്നു. സ്വജനപക്ഷപാതമാണ് നടത്തിയിട്ടുള്ളത്. തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടന നൽകിയ ലിസ്റ്റിലാണ് അടിസ്ഥാനം. ആ ലിസ്റ്റ് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ചട്ടം പൂർണ്ണമായിട്ട് ലംഘിച്ചിരിക്കുന്നു. കേരള ഗവൺമെന്റ് ഗവൺമെന്റ് ലീഗൽ ഓഫീസേഴ്സ് റൂൾസ് പ്രകാരം AG നൽകുന്ന പാനലിൽ നിന്നാണ് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത്, റൂളാണ്. അതിന് പകരം ലോയേഴ്സ് കോൺഗ്രസ് നൽകി ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തു എന്ന് ഭരണഘടനാ പ്രകാരം ചുമതലയെടുത്തൊരു മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രകാരമാണെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തന്റെ പാർട്ടിക്ക് വേണ്ടി ഗവൺമെന്റ് വക്കീലന്മാരെ നിയമിച്ചിരിക്കുന്നു. ആ കടലാസ് വെച്ച് AGയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. റൂള് വായിച്ചു നോക്കണ്ടേ? മുഖ്യമന്ത്രി എല്ലാം പഠിച്ചു പറയുന്ന ആളല്ലേ. അവർക്ക് ശുപാർശ നൽകാൻ ഏതൊരാൾക്ക് പോലും മന്ത്രിമാർ, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതേപോലെ തന്നെ പറഞ്ഞു, മന്ത്രിമാരുടെ ശുപാർശയാണ് AIക്ക് പോലും പരിശോധിക്കാൻ പറ്റില്ല അവർ ആർക്കൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ട് എന്നുള്ളത്. റൂള് വളരെ കൃത്യമാണ്. റൂള് പറയുന്നത് AG നൽകുന്ന പാനലിൽ നിന്ന് വേണം അഭിഭാഷകരെ നിയമിക്കാൻ. അപ്പൊ AGയുടെ പാനലില്ല എന്നിപ്പോ വ്യക്തമായി. 2, ഇവർ നൽകിയ ലിസ്റ്റാണ് അടിസ്ഥാനം എന്ന് വ്യക്തമായി. 3, ആ ലിസ്റ്റ് വെച്ചിട്ടാണ് AGയുമായി ചർച്ച ചെയ്തത്. പ്രകടമായി ചട്ടലംഘനം, ഭരണഘടനാ ലംഘനം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പഠിച്ച കാര്യങ്ങൾ പറയുന്നതിൽ നടപടിക്രമങ്ങൾ പഠിക്കാനും കുറച്ച് സമയം, ഞങ്ങളെയൊക്കെ ആക്രമിക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കാണിക്കുന്ന ഉത്സുകത നടപടിക്രമങ്ങൾ പാലിക്കാൻ എടുക്കണം. 2, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ നിയമം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം 3 6 പേരെ നിയമിച്ചില്ലേ? എന്തെങ്കിലും നടപടിക്രമം പാലിച്ചിട്ടാണോ? ഞങ്ങൾ 23 പേരെ വന്നു, AG പറഞ്ഞു ഞങ്ങളത് സാമ്പത്തികം നോക്കി, എന്നിട്ട് ഞങ്ങൾ ഈ 12 1 13 മതിയും തീരുമാനിച്ചു. അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ എല്ലാ കടലാസും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും.
ഇതൊന്നും കിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവ് വായിച്ചു നോക്കേണ്ടി ഒരു മുഖ്യമന്ത്രി സാധാരണ പൗരന് കിട്ടുന്ന ഒരു ഗവൺമെന്റ് ഉത്തരവ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് 2025 ജൂൺ 19 ആ ഗവൺമെന്റ് ഉത്തരവിന്റെ ഒപ്പം ക്യാബിനറ്റ് നോട്ടും പബ്ലിക് ഡൊമൈനിലുണ്ട്. മുഖ്യമന്ത്രി ആകണ്ട, മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ പദവി വേണ്ട ഈ കടലാസ് കിട്ടാൻ. ഏതൊരു മനുഷ്യനും പൗരൻ പോലും ആകണ്ട, ഇന്റർനെറ്റ് പരതി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും കിട്ടാവുന്ന ഗവൺമെന്റ് ഉത്തരവാണ്. ആ ഗവൺമെന്റ് ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് മുതലാണ് ഈ ആവശ്യം വച്ചിരിക്കുന്നത്. 2018 ഞങ്ങളുടെ മുൻപിൽ വന്നു, കഴിഞ്ഞ ഗവൺമെന്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം. അദ്ദേഹം പറയുന്നത് പഠിച്ചു പറയണ്ടേ. 3 സ്പെഷ്യൽ ഫീഡർമാര് 3 GP-മാര്. ആരാ സ്പെഷ്യൽ ഫീഡർമാർ വെച്ചേക്കണേ? 3 സീനിയർ GP 3 GP. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും മുഖ്യമന്ത്രിയാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവാകുമ്പോ എന്തു പറയാം, വായുവിലേക്കിടാം. ഇത് ഭരണഘടനാ പദവിയാണ്. അദ്ദേഹം പറയുന്നതാണ് ആധികാരികമായി ഗവൺമെന്റിന്റെ വസ്തുതാപരമായ നിലപാട്. ഈ രേഖയുള്ളപ്പോ ഞങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് എന്തടിസ്ഥാനത്തിൽ, ഏത് പഠിച്ചിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്?